ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസാണിത്. നവവി ഇമാം റളിയല്ലാഹു അൻഹു ആരാ? 40 കൊല്ലം ജീവിച്ചിട്ടുള്ള ഈ ദുനിയാവിൽ 4000 കൊല്ലത്തിന്റെ സേവനം ചെയ്ത മഹാനാണ്. ലോകം മുഴുവനും ഇൽമുകൊണ്ട് നിറച്ച വലിയ വലിയാണ് ഖുത്ബാണ്. ഇൽമും തഖ്വയും ഇബാദത്തുമായി ജീവിച്ച് കല്യാണം കഴിക്കാൻ മറന്നുപോയി. അങ്ങനെ ഇൽമുകൊണ്ട് ജോലിയായപ്പോ അള്ളാഹു കൊടുത്തത് എന്താ? കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ നവവി ഇമാം തങ്ങളുടെ മുമ്പിൽ വിളക്കണഞ്ഞു പോയി. അവിടുത്തെ വിരൽ പ്രകാശിച്ചു. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും അതാ ഈ 40 വയസ്സ് വരെ വാപ്പയും ഉമ്മയുമാണ് ഇമാം നവവി തങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തത്. കാരണം മകൻ അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുകയാണ്. അതാ നവവി ഇമാം. 20 വയസ്സായപ്പോഴേക്ക് ഇനി പൈസ തരാനല്ല, നീ പോയി ജോലി നോക്കിക്കോന്നല്ല. 40 വയസ്സായപ്പോഴും വാപ്പ കൊണ്ടുപോയി ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. മോൻ കിതാബ് എഴുതിപ്പോകുന്നു. അതുകൊണ്ടെന്താ? സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം, സഹീഹു മുസ്ലിമിന് വ്യാഖ്യാനം, അൽ-അദ്കാർ എന്ന കിതാബ്, റിയാദുസ് സാലിഹീൻ എന്ന കിതാബ്, മിൻഹാജ് എന്ന കിതാബ്, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എല്ലാം അങ്ങോട്ട് എഴുതി. ശറഹുൽ മുഹദ്ദബ്, റൗള. ആ മഹാനവറുകൾ ജീവിച്ച ദിവസവും എഴുതിയ പേജുകളും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ദിവസം 20 പേജിലേറെ എഴുതിയിട്ടുണ്ടാവും ഇമാം നവവി തങ്ങൾ. പിന്നെ പഠിച്ച കാലം, ദർസ് നടത്തിയ കാലം. ഇമാം നവവി റഹിമഹുല്ലാ എല്ലാ രാത്രിയിലും പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോണു. മോദി സാഹിബിനൊരു സംശയം, ഈ ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ ഈ രാത്രി ഇറങ്ങി എവിടെയാണ് പോണത്? ഒരു ദിവസം പിന്നാലെ കൂടി മദ്രസത്തുർ റവാഹിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. മോദി സാഹിബ് പുറകെ പോയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കടവ്, ആ കടവിന്റെ അടുക്ക് ചെന്നപ്പോ ഇമാം നവവി തങ്ങൾ മേൽമുണ്ടെടുത്ത് ഇഹ്റാം കിട്ടുന്നു. കാൽപ്പാടുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഹറമിന്റെ മുറ്റത്ത് എത്തി. രാത്രിയിൽ ഉംറ ചെയ്യാൻ പോയി, കറാമത്ത് കൊണ്ട്. ആ ആളോട് പറഞ്ഞു, നിങ്ങൾ ആരോടും മിണ്ടരുതിട്ടോ, എന്റെ ജീവിതകാലത്ത് ആരോടും പറയാൻ പാടില്ല. വഫാത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇമാം നവവി തങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇൽമു കൊണ്ട് ജോലിയായപ്പോ അള്ളാഹു കൊടുത്ത ബഹുമാന. ഇമാം നവവി റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ഇമാം യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് എഴുതുന്നുണ്ട്, നവവി ഇമാം റളിയല്ലാഹു അൻഹു ഗവൺമെന്റിന്റെ അക്രമങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചു. അപ്പൊ ഒരു ദിവസം ഭരണാധികാരി കൊട്ടാരത്തിൽ വിളിച്ചു. അന്ന് ഭരണകൂടത്തിൽ നിന്ന് പണ്ഡിതന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന കാല. ചോദിച്ചു, എനിക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റൂല, ഞാൻ ഹക്കായ ദീനേ പറയുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഉടനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുസ്ലിയാർക്ക് അടുത്ത മാസം മുതൽ ശമ്പളം കൊടുക്കണ്ടെന്ന്. അപ്പൊ ഓഫീസിൽ നിന്ന് മറുപടി പറഞ്ഞു, ആ മുസ്ലിയാർ ശമ്പളം വാങ്ങലില്ല. ആ മുസ്ലിയാർ ശമ്പളം വാങ്ങലില്ല. അപ്പൊ ഭരണാധികാരിക്ക് വലിയ ദേഷ്യായി. ഭരണാധികാരി ചാടി എഴുന്നേറ്റു ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ. അപ്പൊ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ഭരണാധികാരിയുടെ ഇരിപ്പിടത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വന്യജീവിയുടെ ചിത്രം. കൊമ്പിതിനില്ല. ആ മൃഗത്തിന്റെ ചിത്രത്തോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എഴുന്നേൽക്കാൻ. അപ്പോ ഒരു വന്യജീവി അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഭരണാധികാരിയെ പിടിക്കാൻ. അയാൾ മാപ്പ് പറഞ്ഞു, ഓ ഇമാമേ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇമാം യൂസുഫ് നബഹാനി തങ്ങൾ എഴുതി വെക്കുകയാണ്, ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ എഴുതി വെക്കുന്നു, പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരുപാട് കറാമത്തുകളുടെ ഉടമയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. ആ നവവി ഇമാം തങ്ങൾക്ക് ശേഷം അവിടെ മുദരിസായി വന്നത് സുബ്കി ഇമാം തങ്ങളാ. അപ്പൊ സുബ്കി ഇമാം തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നവവി ഇമാം തങ്ങൾ ദർസ് നടക്കാനിരിക്കുമ്പോൾ അവിടുത്തെ കാല് വെക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആദ്യം മുത്തം കൊടുത്തു. മക്കാനം മസ്സഹു ഖദമുൻ നവാവി. നവവി ഇമാം റളിയല്ലാഹു അൻഹു കാല് വെക്കുന്ന സ്ഥലത്ത് ചുംബനം കൊടുത്തിട്ടാണ് ഇമാം സുബ്കി തങ്ങൾ അവിടെ മുദരിസാകുന്നത്. അത്ര വലിയ പദവിയുടെ ഉടമയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്.